Hello, welcome back to Niazara's cookbook. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. നല്ല കുടംപുളി ഇട്ട് വെച്ച എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്ന മുളകിട്ട മീൻ കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 10-15 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. ഇനി ഇത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1-2 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവയെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ ചതച്ചെടുത്ത മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇവയെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവയെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം കുടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളത്തെപ്പാടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചാറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 കപ്പ് വെള്ളമൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളക്കണം. ഇത് നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മീൻ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഇതാ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവോലിയാണ് കറി വെക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ആവോലിയാണ്. എനിക്കതാണ് കിട്ടിയത്. അപ്പോൾ കട്ട് ചെയ്തൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കിയ ആവോലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ആ കറിയിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറിയൊക്കെ തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മീനിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.